എന്റെ ഈഗോന് ഹേർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിച്ചു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടി തേങ്ങാപ്പാലിൽ കുറുക്കിയതായിരുന്നു. ഇതൊരു ഗുഡ് ഫ്രൈഡേ ട്രഡീഷൻ ആണ്. അതിന്റെ കൂടെ പഴം എന്റെ ഒരു കോമ്പിനേഷനുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ സ്വന്തം മാതാശ്രീയുടെ ഭാഗത്തു നിന്ന് വന്നത്. പൊതുവെ അത്യാവശ്യം തരക്കേടില്ലാണ്ട് കുക്ക് ചെയ്യുന്ന എനിക്ക് വെജിറ്റേറിയൻ കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരുന്നു എന്റെ മമ്മിയുടെ വാദം. അതല്ലാന്ന് ഞാൻ പ്രൂവ് ചെയ്യണല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്യാബേജ് തോരൻ വെച്ച് ആ വാദം പൊളിക്കാൻ തീരുമാനിച്ചു. പച്ചക്കറി അരിയാൻ ഒട്ടും താല്പര്യവും വശമില്ലാത്ത എനിക്ക് ക്യാബേജ് എങ്ങനെ അരിയണം എന്നുള്ള കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ക്യാബേജ് അരിഞ്ഞു തുടങ്ങിയപ്പോൾ കട്ടിങ് എസ്തെറ്റിക്സ് എന്നെ അലട്ടിയത് കൊണ്ട് നൈസായിട്ട് ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ലഞ്ച് സദ്യ ഇൻ പോട്ട്ലക്ക് ഫോർമാറ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് കറികൾ മമ്മി വെച്ചു, കുറച്ച് കറികൾ മേമ വെച്ച് കൊണ്ടുവരും ആൻഡ് ക്യാബേജ് ഞാൻ വെച്ചു. കുക്കിങ്ങിൽ ഞാൻ എക്സ്പെർട്ട് ആയതുകൊണ്ടാണോ അതോ ക്യാബേജ് വെക്കാൻ എളുപ്പമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പരിപാടിയെല്ലാം 10 മിനിറ്റിൽ കഴിഞ്ഞു. അങ്ങനെ 1 മണിയായപ്പോഴേക്കും മേമ്മയും പാപ്പനും വന്നു ഭക്ഷണം കഴിക്കാനായിരുന്നു. കഴിക്കുന്നതിനിടയിൽ ഞാൻ വെച്ച ക്യാബേജിന്റെ അഭിപ്രായം ചോദിച്ചു. കേട്ടില്ല. അത് കേട്ടപ്പോൾ ഒരു യുദ്ധം ജയിച്ചു വന്ന ഫീല്. അങ്ങനെ എല്ലാ കറിയും കൂട്ടി ഞാനും ഫുഡ് അടിച്ചു. അപ്പോൾ നാളെ കാണാം.